ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, ഗുഡ് മോർണിംഗ്. ശബരി റെയിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നവകേരള സർവേ, അങ്ങനെ വാർത്താ സമ്പന്നമാണ് കൊച്ചിയും. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത. മൂന്ന് പതിറ്റാണ്ടായി മരവിച്ച് കടന്ന പദ്ധതിയായിരുന്നു ശബരിപാത. അതിനൊരു പുതുജീവൻ വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്ത. അതിൽ കേരളത്തിന്റെ വിഹിതമായി 1900 കോടി രൂപ അനുവദിച്ചപ്പോൾ മന്ത്രിസഭാ യോഗം അതിൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 പതിറ്റാണ്ടിന്റെ ഇടെ തന്നെ ഈ പദ്ധതി ആദ്യം പ്രഖ്യാപിക്കുകയും 1997 റെയിൽവേ ബജറ്റിലായിരുന്നു ശബരിപാത പദ്ധതി പ്രഖ്യാപിച്ചത്. പിന്നീട് അത് ലാഭകരമല്ല എന്ന് കണ്ട് അതിന്റെ നടപടികളെല്ലാം തന്നെ മരവിപ്പിച്ചിരുന്നു. പിന്നീട് സംസ്ഥാനം അതിന്റെ പകുതി വിഹിതം എടുക്കണം എന്നുള്ള ആവശ്യം വരികയുമായിരുന്നു. അങ്ങനെ ആ ആവശ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സംസ്ഥാനം കൂടി എടുക്കുന്നു. ഇപ്പോൾ ആ മരവിപ്പിച്ച നടപടി അത് റെയിൽവേ റദ്ദാക്കിയതോടുകൂടിയാണ് വീണ്ടും സജീവമായി തന്നെ ചർച്ചയിലാവുന്നത്. ഇപ്പോൾ 1900 കോടി മാറ്റിവെക്കുന്നു. ഇത് റെയിൽവേ മന്ത്രാലയത്തെ ഉടൻ തന്നെ അറിയിക്കും. പിന്നീട് ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ നടപടികളിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ കടക്കുകയും ചെയ്യുക. ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് എരുമേലി വരെയാണ് ഈ ശബരിപാത എന്ന് പറയുന്നത്. 14 സ്റ്റോപ്പുകളാണ് ഉണ്ടാവുക. ഇതിൽ എടുത്തു പറയേണ്ടത് ഇടുക്കിയെ ഈ റെയിൽവേ ഭൂപടത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷം അത് തിരുവനന്തപുരത്തേക്ക് നീട്ടണോ എന്നുള്ള കാര്യം പഠിക്കാൻ തന്നെ 2 കോടി രൂപ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ കേരളത്തിന്റെ വിഹിതം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി കേന്ദ്രം ഇതിൽ എത്ര മുടക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തത അതിൽ വന്നിരുന്നില്ല. ഇതിനൊരു അനുകൂല പച്ചക്കൊടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നോ റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുണ്ടെങ്കിലും എത്ര തുക മാറ്റിവെച്ചു എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ ശബരിപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരിക്കും. മറ്റൊന്ന് ഇന്ന് എടുത്തു പറയേണ്ടത് നവകേരള സർവേ സംബന്ധിച്ചാണ്. അതിലൊരു പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുക. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറാണ് ഈ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അത് പൊതുഖജനാവിന്റെ ദുർവിനിയോഗമാണെന്നും രാഷ്ട്രീയത്തിനു വേണ്ടി ഇത്തരത്തിൽ സർക്കാർ പണം മുടക്കിക്കൊണ്ട് ഒരു സർവേ നടത്തുന്നു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ആരോപണം ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയായി അതിൽ ഒരു രാഷ്ട്രീയമില്ല എന്നും വികസനമാണ് ലക്ഷ്യം എന്നുള്ളതുമായിരുന്നു കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ആ ഹർജി കൂടി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണന വരുന്നു. ഇങ്ങനെ സജീവമാണ് മധ്യ കേരളത്തിലെ ഈ വാർത്താ പകലും. പ്രവിത, ശരി. വിപിൻ സി വിജയനാണ് വാർത്തകളുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.